കൊള്ളായിരുന്നു ബ്രോ, കുഴപ്പമില്ലായിരുന്നു. നമ്മുടെ ഈ സിനിമ എന്താ ലിങ്ക് ആവുന്നതെന്ന് വെച്ചാലേ, അന്ന് ഈ പടം ഇറങ്ങുമ്പോൾ ഈ മൊബൈൽ ഫോൺസ് കാര്യങ്ങളില്ലല്ലോ, അതേപോലെ തന്നെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അന്നത്തെ ഒരു വൈബിൽ തന്നെ എടുത്തേക്കുന്നത്. നല്ലൊരു ആക്ഷൻ മൂവിയാണ്. എല്ലാം ഉണ്ട്, ആക്ഷൻ ഉണ്ട്, റൊമാൻസ് ഉണ്ട്. പിന്നെ ഫസ്റ്റ് പാർട്ട് ഉറപ്പായിട്ടും കണ്ടിരിക്കണം, സെക്കൻഡ് പാർട്ട് കാണുന്നതിന് മുമ്പ്. എല്ലാത്തിൻ്റെ ഒരു കോമ്പിനേഷനാണ്. നൈസ് മൂവി. കുഴപ്പമില്ല, ഒരു പാട്ട് മാത്രമുണ്ട്, പിന്നെ നടിയപ്പോഴും കാണിക്കും. ഫുള്ളും റൊമാൻസ് അല്ലേ, അത്ര ഒന്നുമില്ല. കയറി വരണമായിരുന്നു കുറെ കൂടെ. ഇമ്രാൻ ഹാഷ്മി അടിപൊളി മൂവി, നല്ല മൂവിയായിരുന്നു. സെറ്റ് ഉണ്ടായിരുന്നു, പട സ്റ്റോറിയൊക്കെ അടിപൊളിയായിരുന്നു. 19 വർഷം കഴിഞ്ഞിട്ടാണ് മൂവി ആയിരിക്കും, പക്ഷെ അടിപൊളിയായിരുന്നു. Of course, it's good movie. It's good movie. It's not as good as first part, but it's very good. ആവാരാപ്പൻ എന്നൊരു സിനിമ ഒരു കൾട്ട്, ഒരു ക്ലാസിക് ആണ് ഓവർ എ പീരീഡ് ഓഫ് ടൈം. പ്രത്യേകിച്ച് ഒരു 80s 90s കിഡ്സിനെ സംബന്ധിച്ചിട്ട് അത് ഭയങ്കര ഒരു, കാരണം അത്രത്തോളം നമ്മൾ ടി വിയിൽ നമ്മൾ മ്യൂസിക് ചാനലിൽ കണ്ടിരുന്നു തോന്നണം. നമ്മൾ ഈ പാട്ടുകൾക്ക് വേണ്ടിയിട്ട്, കാരണം ഒരു എറ ഉണ്ടായിരുന്നല്ലോ, ആ ഒരു എറ എന്ന് പറയുമ്പോഴത്തേക്ക് അറിയാം. കാരണം നമ്മൾ ടി വി തുറന്നു കഴിഞ്ഞാൽ ഇമ്രാൻ ഹാഷ്മിയുടെ പാട്ടുകൾ, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സംഭവമായിരുന്നു അപ്പം ആ ഒരു സമയത്ത്. പക്ഷെ അതിൽ തന്നെ ഇമ്രാൻ ഹാഷ്മിയുടെ സ്ഥിരം ടെംപ്ലേറ്റ് സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായി നിന്ന ഒരു സിനിമയാണ് ആവാരാപ്പൻ. അത് എല്ലാവർക്കും അറിയാം. അതിൻ്റെ ഒരു കൾട്ട് ഫാൻസിന്, ഒരു ഫാൻ ഫോളോയിങ് ആ ഒരു കഥാപാത്രത്തിന് അത്രത്തോളം ഉണ്ട്. അതുപോലെ തന്നെ പാട്ടുകൾ, കാരണം ഈ ഒരു മ്യൂസിക്കൽ ഒരു ട്രീറ്റ് ആണ് ഒരു ആദ്യത്തെ ഒരു സംഭവം. അതേ സെയിം സംഭവം തന്നെ റിക്രിയേറ്റ് ചെയ്യാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. കാരണം മ്യൂസിക് അവർ റിക്രിയേറ്റ് ചെയ്തൊരു പുതിയ ലിറിക്സിനോട് ചേർത്തിട്ട് അവർ അവതരിപ്പിച്ചിട്ടുണ്ട്. തിയേറ്റർ കാണാറുണ്ട്, വെടിയൊപ്പം അടിയൊക്കെ ഉണ്ട്, തട്ടിക്കൊണ്ട് പോലും അടിയൊക്കെ ഉണ്ട്, കണ്ടിരിക്കാം. പിന്നെ എന്ന് പറഞ്ഞാൽ നടിയെ ഫുള്ളായിട്ട് ക്ലൈമാക്സ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണിക്കും. അതുപോലെയൊക്കെ കഥയാണ്, അതുപോലെയൊക്കെ. പിന്നെ ബാക്കി കാണുന്ന പ്രേക്ഷകന്റെ പോലെ, പക്ഷെ കാര്യങ്ങൾ ബാലൻസ്ഡാ, അതിന്റെ ഫീൽ ഉണ്ട്. പിന്നെ ബാക്കി കാണണം. വിചാരിച്ചതിനെക്കാട്ടി കൊള്ളാമായിരുന്നു. നൈസ്. It's very nice. Akka Bollywood ek taraf, Imran Hashmi ek taraf. It's good. It's more than like an action movie. It's not a romantic movie, but it's more like an action movie. So you will find some scenes are very very good. Reckless. It's very good. പക്ഷെ എന്തുകൊണ്ടോ ചിലടത്തൊക്കെ ഒരു കഥ കുറച്ചൊരു ഡിസ്കണക്റ്റും കാര്യങ്ങളും ഉള്ളതായിട്ട് തോന്നി. സംഭവം ഒരു ക്ലീശയാണ്, കുറച്ച് ടെംപ്ലേറ്റ് പിടിച്ചിട്ട് തന്നെയാണ് പോയിരിക്കുന്നത്. ഫസ്റ്റ് പാർട്ട് പോലെ തന്നെ ഇതിനകത്തും ഒരു ഗാങ്സ്റ്റർ ഡ്രാമയും അതുപോലെ തന്നെ ഒരു ഹ്യൂമൻ ട്രാഫിക്, ഇതെല്ലാം ഇത് രണ്ടും തന്നെയാണ് ഇതിനകത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഒരു സ്ഥിരം ടെംപ്ലേറ്റ് ക്ലീശ സംഭവം ആയിപ്പോയി. കുറച്ചൊക്കെ ഒരു ഇമോഷണൽ സംഭവം ഓക്കെ. പിന്നെ ഒരു പഴയ ആ ഒരു ഫാൻസിന് മീൻസ് ആ ഒരു ഇമോഷണൽ കണക്ട് ഓൾറെഡി ഉള്ളവർക്കാണെങ്കിൽ ഈ ഒരു കഥാപാത്രത്തിനുള്ള ഒരു ഇഷ്ടം. പിന്നെ ഇമ്രാൻ ഹാഷ്മി നല്ല രീതിയിൽ തന്നെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. കുറച്ചൊരു മാസ് സംഭവങ്ങൾ, എലിമെന്റ്സും കാര്യങ്ങളും എല്ലാം അതിനകത്ത് വെച്ചിട്ടുണ്ട്. അപ്പം തീർച്ചയായിട്ടും കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമ തന്നെ. ഫസ്റ്റ് എന്ന് പറയുമ്പോൾ ഓൾറെഡി അതൊരു കൊറിയൻ സിനിമയുടെ ഒരു അൺഒഫീഷ്യൽ റീമേക്ക് ആയിരുന്നു. അപ്പം കൊറിയൻ, കാരണം അത്രത്തോളം ഇമോഷണലി ഭയങ്കര മൈൻഡായി നിൽക്കുന്ന ഒരു സിനിമ തന്നെയായിരുന്നു. അപ്പം അതിൻ്റെ അത്രത്തോളം തീർച്ചയായിട്ടും എനിക്ക് വന്നതായിട്ട് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നിയിട്ടില്ല. അതുപോലെ തന്നെ അതിൽ ആശുതോഷ് റാണ എന്നുള്ളൊരു ആ പുള്ളിയുടെ കഥാപാത്രം അത്രയും കട്ടയ്ക്ക് നിൽക്കുന്നതും, പുള്ളിയുടെ ഡയലോഗ് ഡെലിവറിയും പുള്ളിയുടെ ഡയലോഗ്സും കാര്യങ്ങളും എല്ലാം ഭയങ്കരമായിരുന്നു. പക്ഷേ ആ ഒരു അത്രത്തോളം കട്ടയ്ക്ക് നിൽക്കാൻ പറ്റുന്ന ഒരു കഥാപാത്രം ഇതിനകത്ത് ഇല്ലായിരുന്നു. കാരണം ഇതെല്ലാം എഴുതി വെച്ച് ഒരു ടെംപ്ലേറ്റ് സംഭവം നമ്മൾ ഒത്തിരി ഗ്യാങ്സ്റ്റർ സിനിമകളിൽ കണ്ട പോലെ ആ ഒരു ഇതുപോലെ ആയിപ്പോയി. അപ്പോൾ അത്രയും, എന്നാലും കുഴപ്പമില്ല.